സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക്. കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ നിർണായക ശക്തിയായ ജില്ലയാണ് കണ്ണൂർ. അധികാര കൈമാറ്റത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ ഈ ജില്ലയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. കുറച്ചു കാലങ്ങളായി CPM കോട്ടയായ കണ്ണൂരിന്റെ ചിലയിടങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ കോൺഗ്രസിനായിട്ടുണ്ട്. പാർട്ടി ഗ്രാമത്തെ അരിഞ്ഞു വീഴ്ത്തിയാണ് ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നത്. ജയരാജന്മാരെയും സഖാക്കന്മാരെയും ഒട്ടും ഭയക്കാതെ സധൈര്യം മുന്നോട്ട് നീങ്ങാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് കെ സുധാകരൻ എന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ ധീഷ്ണതയ്ക്ക് മുന്നിൽ പാർട്ടി അണികൾ നിരന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിലെ 2 മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പേരാവൂരിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടായതോടെയാണ് CPM-നെതിരായ വികാരം ശക്തമായത്. ഇത് കോൺഗ്രസ് കൃത്യമായി മുതലെടുത്തു. KK രമ പാർട്ടിയിൽ നിന്ന് അകന്നതും കോൺഗ്രസിന് അനുഗ്രഹമായെന്ന് തന്നെ പറയാം. ജില്ലയിലെ പാർട്ടിയുടെ അമിതമായ ഇടപെടൽ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നിവയും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചാൽ 2026 ഫലം കോൺഗ്രസിന് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചിലയിടങ്ങളിൽ BJPയുടെ വളർച്ചയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. യുവാക്കളെ BJP മാടി വിളിക്കുന്ന തന്ത്രം പയറ്റുന്നുണ്ട്. BJP ജില്ലയിൽ കൃത്യമായി വേര് പിടിച്ചില്ലെങ്കിലും കരുതലോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒത്തുനോക്കുമ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ജില്ലയിൽ അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ. ഇത് കൃത്യമായി പ്രയോഗിച്ചാൽ 2026 ഫലം കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് ഉറപ്പാണ്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.